എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിലെ സിലബസ് മാറിയതുകൊണ്ട് തന്നെ പുതിയ പാഠഭാഗങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. മാത്സ് 2 പാർട്ടാണ് ഉള്ളത്, പാർട്ട് 1ഉം പാർട്ട് 2ഉം. പാർട്ട് 1 ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. പാർട്ട് 1ൽ ഏതൊക്കെ പാഠഭാഗമാണെന്ന് നമ്മൾക്ക് നോക്കാം. ഈ വർഷം നമ്മൾക്ക് ആദ്യത്തെ പാഠഭാഗം എന്ന് പറയുന്നത് അരിത്തമാറ്റിക് സീക്വൻസ് എന്ന പാഠമാണ്. സമാന്തര ശ്രേണികൾ. ഇത് കഴിഞ്ഞ വർഷവും ഇതേ പാഠഭാഗം തന്നെയാണ് പഠിക്കാനുള്ളത്. കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരും. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും. ഇതും മുൻപേ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വർഷവും ഉള്ള പാഠഭാഗം തന്നെ ആണ്. മൂന്നാമത്തെ പാഠഭാഗം അരിത്തമാറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര. ഈ പറഞ്ഞ പാഠം ഒന്നാമത്തെ പാഠഭാഗമായ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ബാലൻസ് ആയിട്ടാണ് ഈ മൂന്നാമത്തെ പാഠം പഠിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പാഠം നല്ലതുപോലെ നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തെ പാഠത്തിൻ്റെ മലയാള സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്നാണ്. നാലാമത്തെ പാഠമായ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, അതായത് സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗമാണ് നാലാമത് പഠിക്കാനുള്ളത്. നാലാമത്തെ പാഠവും കഴിഞ്ഞ വർഷം കുട്ടികൾ പഠിച്ചത് തന്നെയാണ്. അഞ്ചാമത്തെ പാഠം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗമാണ്. ആറാമത്തെ ചാപ്റ്റർ ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി. ഈ പാഠഭാഗവും കഴിഞ്ഞ വർഷം കുട്ടികൾ പഠിച്ചത് തന്നെയാണ്. ത്രികോണത്തിനെ പറ്റിയാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അവസാന പാഠമായ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യകളും നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. അതായത് എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്ന് വരച്ച് സംഖ്യകൾ കണ്ടുപിടിക്കുന്ന ഒരു പാഠഭാഗമാണ് ഈ കോർഡിനേറ്റ്സ്. ഇത്രയുമാണ് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.